ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് എങ്ങനെ ഏലക്ക നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുക എന്നുള്ളതാണ്. സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു മസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഏലക്കപ്പൊടി. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ചധികം പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാവരും ചെയ്യുന്ന കാര്യമായിരിക്കും, എന്നാലും ഞാനിത് വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുള്ളൂ. ഇന്ന് ഞാൻ ഒരു കപ്പ് ഏലക്ക എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഒരുപാട് ചൂടാവാനും പാടില്ല, അതിൻ്റെ ഫ്ലേവർ പോവും. ഒന്ന് ജസ്റ്റ് ചൂടാവാനായിട്ടാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ മിക്സിയിൽ പൊടിക്കുന്ന സമയത്ത് പെട്ടെന്ന് നല്ല പൗഡറായിട്ട് കിട്ടും. ചീഞ്ചട്ടി ചൂടായിട്ടുണ്ട്, ഏലക്ക ഇടാം. മിക്ക സ്വീറ്റ്സിലും നമുക്ക് ഏലക്ക ആവശ്യമായി വരാറുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ബൾക്കായിട്ട് പൊടിച്ച് വെക്കുകയാണെങ്കിൽ ആ സമയം പൊടിക്കേണ്ട ആവശ്യമില്ല. അതുമാത്രമല്ല, ചില റെസിപ്പീസിലൊക്കെ നല്ല ഫൈൻ പൗഡറായിട്ടുള്ള ഏലക്ക ഇട്ടാലേ നന്നായിരിക്കുള്ളൂ. നമ്മൾ ചെറിയ കല്ലിൽ ചതച്ചെടുത്ത് കഴിഞ്ഞാൽ അത് ചതഞ്ഞിരിക്കുകയുള്ളൂ, നന്നായിട്ട് ഫൈൻ പൗഡർ ആവില്ല. ഇങ്ങനെ നമ്മൾ പൊടിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് യൂസ് ചെയ്യാം. ചൂടായത് മതി, ഇനി നമുക്ക് പൊടിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക, അപ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം കുറച്ച് അരി ഇട്ടിട്ട് കൂടെ ഇതിൻ്റെ കൂടെ പൊടിച്ചെടുക്കാം. ഇളം ചൂടോടെ തന്നെ ഇത് പൊടിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് നല്ല പൗഡറായിട്ട് കിട്ടും. ഇതാ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കാൻ പോവുകയാണ്. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്കത് പൊടിച്ചെടുക്കാം. ഇപ്പം ഞാൻ കുറച്ചായിട്ടിട്ട് പൊടിക്കുകയാണ്. കണ്ടില്ലേ, അപ്പോൾ നല്ല പൗഡറായി കിട്ടും. അങ്ങനെ ഞാൻ എല്ലാം കൂടെ 1-2 തവണ കൂടെ പൊടിച്ചെടുത്തു. അരിച്ചെടുത്തതിൻ്റെ ബാക്കിയാണിത്. ഇത് വേസ്റ്റ് ആവാനൊന്നും പോണില്ല. ഇതും ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ചായ ഉണ്ടാക്കി കുടിക്കും ഞങ്ങൾക്ക് ഇഷ്ടമാണ് അങ്ങനെ. ഇത് നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ എപ്പോഴും പറയണ പോലെ കണ്ടു കഴിഞ്ഞ് അങ്ങനെ പോകരുത്, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഓൾ.